സംഖ്യാപുസ്തകം 10-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളമുണ്ടാക്കുക, അടുപ്പ് പണിയായി അവയുണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടേണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ അവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതേണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരാകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറകളായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളിലും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതേണം. അവ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. അനന്തരം 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷി നിവാസത്തിന്മേൽ പൊങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനാ മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ വന്നു നിന്നു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവരിങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യഹൂദാ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി ആദ്യം പുറപ്പെട്ടു. അവരുടെ സേനാപതി അമീനാദബിന്റെ മകൻ നഹശോൻ. യിസ്സാഖാറിന്റെ മക്കൾ ഗോത്രപ്പേരിന്റെ സേനാധിപതി സുവാരന്റെ മക്കൾ നെതന്യൻ. സെബൂൻ സെബുലയുടെ ഗോത്രത്തിന്റെ സേനാധിപതി ഹേലോന്റെ മകൻ എലിയാബ്. ഇപ്പോൾ തിരുനിവാസം അഴിച്ചു താഴ്ത്തി. ഗർഷോന്യരും മോര്യരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ രൂപേന്റെ കൊടുക്കീഴുള്ള പാളയം ഗണഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി ഷേദയൂരിന്റെ മകൻ ഇലൂസർ. ഷിമയോൻ മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി സൂരിഷഥായിയുടെ മകൻ ഷെലൂമിയേൽ. ഗാദ് മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി ദേയൂവേലിന്റെ മകൻ എലിയാസഫ്. എപ്പോൾ കേഹാത്യാർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. അവർ എത്തുമ്പോഴേക്ക് തിരുനിവാസം നിവർത്തി കഴിയും. പിന്നെ എഫ്രയീം മക്കളുടെ കൊടുക്കയുള്ള പാളയം ഗണഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മീഹൂദിന്റെ മകൻ എലീഷാമ. മനശ്ശെ മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി പേദാസൂരിന്റെ മകൻ ഗലീമേൽ. ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന്റെ സേനാധിപതി ഗിദയോനിയുടെ മകൻ അബീദാൻ. പിന്നെ അവരുടെ എല്ലാ പാളയങ്ങളുടെയും ഒടുവിലെത്താതായിരുന്നു. ദാൻ മക്കളുടെ കൊടുക്കീഴുള്ള പാളയം ഗണഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മീഷഥായുടെ മകൻ അഹിയേസർ. ആശേർ മക്കളുടെ ഗോത്രത്തിന്റെ സേനാപതി ഒക്രാന്റെ മകൻ പഗിയേൽ. നഫ്താലിയുടെ ഗോത്രത്തിന്റെ സേനാപതി ഏനാന്റെ മകൻ അഹീര. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടപ്പോൾ ഗണം ഗണമായുള്ള അവരുടെ യാത്ര ഇങ്ങനെയായിരുന്നു. പിന്നെ മോശ തന്റെ അമ്മായപ്പനായ രേയൂവേൽ എന്ന മിഥ്യാനായ മകൻ ഹോബാബിനോട്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യഹോവ ഇസ്രായേലിന് നന്മ ചൊരിയേണ്ടതാകുന്നു. നീ ഞങ്ങളുടെ കൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വരുന്നില്ല, എന്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞങ്ങളെ വിട്ടുപോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയം ഇറങ്ങേണ്ടത് എങ്ങനെയെന്ന് നീ അറിയുന്നു. നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. ഞങ്ങളോടുകൂടെ പോകുന്നാൽ യഹോവ ഞങ്ങൾക്ക് ചെയ്ത നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്കും ചെയ്യുമെന്ന് പറഞ്ഞു. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെട്ടപ്പോൾ മോശ, യഹോവ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ, യഹോവേ, അനേകായിരമായി ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരേണമേ എന്ന് പറയും.
ബാരിക്കുമോ.